RS ഫുട്ബോൾ ഫാമിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം. നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത് കേരളത്തിൽ മൊത്തം ഇലക്ഷൻ ചൂടൊക്കെ ആയിരുന്ന സമയത്ത് അങ്ങ് കൊൽക്കത്തയിൽ, വെസ്റ്റ് ബംഗാളിലെ കൊൽക്കത്തയിൽ ഗംഭീര സംഭവങ്ങളാണ് നടന്നിട്ടുണ്ടായിരുന്നത്. അവിടെ ഗോട്ട് ഇന്ത്യ ടൂറിന്റെ ഭാഗമായിട്ട് ഇന്നലെ പുലർച്ചെ ആണ് ലയണൽ മെസ്സി കൊൽക്കത്തയിലെത്തുന്നത്. അതിനുശേഷം സാൾട്ട് ലേക്ക് സ്റ്റേഡിയത്തിൽ വെച്ചുള്ള ഗംഭീരമായ ഒരു പരിപാടിയിൽ 80,000 വരുന്ന കാണികളെ അഭിസംബോധന ചെയ്യേണ്ട കടമയുണ്ടായിരുന്നു ലയണൽ മെസ്സിക്ക്. ലയണൽ മെസ്സിയും ഡീപോളും അതേപോലെ തന്നെ സുവാരസും അടങ്ങുന്ന സംഘം എയർപോർട്ടിലേക്ക് കാറിൽ വരുമ്പോൾ തന്നെ ഒരു കൂട്ടം സെലിബ്രിറ്റികളും രാഷ്ട്രീയ പ്രമുഖരും ലയണൽ മെസ്സിയെ ചുറ്റും വളഞ്ഞിരിക്കുകയാണ്. പിന്നെ നടന്ന സംഭവങ്ങൾ എന്ന് പറഞ്ഞാല് ആദ്യം കാണിച്ചതൊക്കെ കൊൽക്കത്തയിലെ ഫുട്ബോൾ പ്രേമികള് സ്റ്റേഡിയം അടിച്ച് പൊളിക്കുന്ന ഒരു സീനുകളും അതേപോലെ പോലീസുകാരായിട്ടുള്ള ഏറ്റുമുട്ടലുകളും, അതിനുശേഷം സ്റ്റേഡിയം കയ്യേറുന്ന കാണികൾ, 80,000 വരുന്ന കാണികൾ സ്റ്റേഡിയം കയ്യേറിയതാണ്. അപ്പോഴേക്കും മെസ്സിയൊക്കെ അവിടെ നിന്ന് സ്കൂട്ടായി എന്ന് പറയാം. എന്താ കാരണം എന്ന് പറഞ്ഞാൽ സെക്യൂരിറ്റി പ്രോബ്ലം വലിയ കാര്യത്തിലുണ്ട്. എന്താ പറഞ്ഞാല് ഈ ചങ്ങായിമാര് മെസ്സിയും സുവാരസും അതേപോലെ ഡീപ്പോൾ അടങ്ങുന്ന സംഘം സ്റ്റേഡിയത്തിലേക്ക് കാറിൽ എൻട്രി ചെയ്യുമ്പോൾ തന്നെ ഒരു കൂട്ടം ഫിലിം സ്റ്റാർസ്, അതേപോലെ തന്നെ ബോളിവുഡിലെ മെയിൻ ആൾക്കാർ, അതേപോലെ സെലിബ്രിറ്റികൾ, അതേപോലെ തന്നെ രാഷ്ട്രീയ പ്രമുഖര്, ഇവരൊക്കെ വന്നിട്ട് ഈ സെൽഫി എടുക്കാനും മെസ്സിയോട് ഒന്ന് കൈ കൊടുക്കാനും ഒരു ഹഗ് ചെയ്യാനും വേണ്ടിയിട്ട് നിൽക്കുകയാണ്. ആ സമയത്ത് 80,000 വരുന്ന കാണികളെ മെസ്സിയെ ഒരു നോക്ക് കാണാൻ വേണ്ടിയിട്ട് ആയിരങ്ങൾ മുടക്കിയിട്ടാണ് സ്റ്റേഡിയത്തിൽ എത്തിയത്. അതോ ഇന്ത്യയുടെ പല ഭാഗങ്ങളിലെ വിദേശത്ത് നിന്ന് ആൾക്കാർ വന്നിട്ടുണ്ട്. അപ്പോ ആ സ്റ്റേഡിയം മൊത്തം നിറഞ്ഞ കവിയാണ്. ചങ്ങായി മെസ്സി ഇവിടെ എത്തുന്നത് പുലർച്ചയ്ക്കാണ്. അതിനുശേഷം ചിലപ്പോൾ ഉറങ്ങിയിട്ടുണ്ടോ വരെ പറയാൻ പറ്റില്ല. അങ്ങനെ നേരെ സ്റ്റേഡിയത്തിലാണ് 10-11 മണിക്കാണ് സ്റ്റേഡിയത്തിൽ എത്തുന്നത്. അപ്പോൾ സ്റ്റേഡിയത്തിൽ രാവിലെ പുലർച്ചയ്ക്ക് വരെ, എയർപോർട്ടിലൊക്കെ പുലർച്ചെ വരെ മെസ്സിയെ ആരാധകർ കാത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സ്റ്റേഡിയത്തിൽ വന്ന് ഈ ഒരു 10 മിനിറ്റ് കഴിയുമ്പോഴേക്കും മെസ്സിക്ക് ഇവിടെ നിന്ന പന്തികളെല്ലാം മനസ്സിലായി. മെസ്സി എല്ലാ സെക്യൂരിറ്റി ഇഷ്യൂ പറഞ്ഞ് മെസ്സി അവിടെ നിന്ന് കഴിച്ചിട്ടുണ്ടാവും. ശരിക്കും പറഞ്ഞാൽ അവിടുത്തെ നടത്തിപ്പ്, ആ ഓർഗനൈസേഷന്റെ പിഴവ് തന്നെ പറയാൻ പറ്റും. ഈ മെസ്സിനെ ഇങ്ങനെ നടക്കുന്ന സമയത്ത് അത് നമുക്ക് തന്നെ ആ വീഡിയോയിൽ കാണുമ്പോൾ സൂം ചെയ്തിട്ട് വീഡിയോ കാണി നമുക്ക് തന്നെ അതിൽ കാണാൻ പറ്റുന്നില്ല. എന്താ കാരണം എന്ന് പറഞ്ഞാൽ ചുറ്റും ഒരു 10-200 അല്ലെങ്കിൽ 300-500 ആളുകൾ ഇങ്ങനെ ചുറ്റും. അതിൽ കുറെ സെക്യൂരിറ്റി ഗാർഡ്സ് ഉണ്ട്, കുറെ ഈ ഇതിന്റെ നടത്തിപ്പുകാരുടെ CEO ഒക്കെ. ഈ ചങ്ങായിയാണ് എല്ലാവരും മാറ്റി നിർത്തുന്നത്. സെക്യൂരിറ്റി ഗാർഡാണ് ഇവർക്ക് ശരിക്കും ഇത് കൊടുത്തിട്ട് വിസിബിൾ ആയിട്ട് മെസ്സിയെ കാണാനുള്ള. ഈ സ്റ്റേഡിയത്തിൽ എന്ന് പറഞ്ഞാൽ ഒരുപാട് ലോങ്ങിൽ വെച്ചിട്ട് ഈ ആൾക്കാർ കാണുന്നത്. ഇത് വീഡിയോയിലൂടെയൊക്കെ സൂം ചെയ്തിട്ടൊക്കെയാണ് കുറെ കാര്യങ്ങൾ കാണുന്നത്. മെസ്സിനെ കുറച്ചൊക്കെ കാണുന്ന വീഡിയോയിലൂടെ സൂം, അല്ലാത്ത എത്ര കൊണ്ട് കാണാൻ കഴിയുന്ന അത്രയും ലോങ്ങിലൊക്കെയാണ് നല്ല വിസിബിൾ ആയിട്ട് കാണുന്നുണ്ട്. ആ ഒരു നോക്ക് കാണാൻ വേണ്ടിയിട്ട് എത്രയോ കിലോമീറ്ററുകൾ, അത് എത്രയോ പൈസ മുടക്കിയിട്ട് ആളുകൾ വന്നിട്ടുണ്ടായിരുന്നു. അതിൽ ഒരു ചങ്ങായി എന്ന് പറയുന്നുണ്ട്, എന്റെ ഞാൻ കല്യാണം മാറ്റി വെച്ചിട്ടാണ് മെസ്സിയെ കാണാൻ വേണ്ടി വരുന്നത്. എന്താ പറഞ്ഞാൽ നമുക്ക് ഇനിയൊരു അവസരം ചിലപ്പോൾ കിട്ടിയെന്നില്ല. 2011 അർജന്റീന, മെസ്സി അടങ്ങുന്ന അർജന്റീന ഇന്ത്യയിൽ വന്നത്. അതിനുശേഷം എത്രയോ 14 വർഷങ്ങൾക്ക് ശേഷമാണ് വരുന്നത്. അപ്പൊ തീർച്ചയായിട്ടും ഇനി ഇങ്ങനത്തെ ഒരു അവസരം കിട്ടുന്നില്ല. കഴിഞ്ഞ വർഷം വേൾഡ് കപ്പിന് വേണ്ടി ഖത്തറിൽ പോയി കണ്ടവർ കുറെ ഉണ്ട്. കുറെ ഫുട്ബോൾ, ഇപ്പോൾ മെസ്സി ആയിക്കോട്ടെ, റൊണാൾഡോ ആയിക്കോട്ടെ, അങ്ങനെ പല പ്രമുഖരെയും ഖത്തറിൽ പോയി കാണാനുള്ള അവസരം ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഞാൻ അന്ന് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞത് മെസ്സി വരുന്നത് കൊണ്ട് ഏറ്റവും കൂടുതൽ ഗുണം ചെയ്യുന്ന ഈ സെലിബ്രിറ്റിയും ഈ രാഷ്ട്രീയക്കാരൊക്കെ. ഈ രാഷ്ട്രീയക്കാരും മോമാരെ കൊണ്ടൊരു കാര്യമില്ല. ഒരു സ്പോർട്സിന് വേണ്ടി ഡെവലപ്പും ചെയ്യൂല, ഫുട്ബോളിന് വേണ്ടി ഒരു കാര്യം ചെയ്യൂല. ഇങ്ങനെ ചുളിവിൽ കിട്ടിക്കഴിഞ്ഞാൽ കുമ്മനടി എന്ന് പറയില്ലേ, അമ്മാതിരി പോസ്റ്റിൽ, ആളില്ലാത്ത പോസ്റ്റിൽ കൊണ്ടിരിക്കുമാർ മിടുക്കന്മാരാ. ഇന്ന് കണ്ടതിൽ കുറെ ആൾക്കാർ. എനിക്ക് ഏറ്റവും കഷ്ടം തോന്നി മമതാ ബാനർജിയെ കുറിച്ചാണ്. ഇവര് ആ സ്റ്റേഡിയത്തിൽ ഇങ്ങനെയും വലിയൊരു പരിപാടി നടക്കുമ്പോൾ അവിടെ എത്തിപ്പെടാൻ പറ്റിയില്ല. അതിൽ എക്സിൽ വന്നിട്ട് ആള് ലയണൽ മെസ്സിയോട് ഖേദം പ്രകടിച്ച് മാപ്പ് പറയുന്നു പറഞ്ഞിട്ട്. ലയണൽ മെസ്സിയോടല്ല നിങ്ങൾ മാപ്പ് പറയേണ്ടത് ആ 80,000 വരുന്ന അർജന്റീന ആരാധകർ, മെസ്സി ആരാധകരോടാണ്. അവര് അത്രയും ഒരു 10,000 മുടക്കിയിട്ടാണ് അവിടെ വന്നിരിക്കുന്നത്. പലവരും ഹണിമൂൺ ക്യാൻസൽ ചെയ്തിട്ട്, അതേപോലെ കല്യാണം ക്യാൻസൽ ചെയ്തിട്ട്, അതേപോലെ ഏതൊരു വിദേശ രാജ്യത്തേക്ക് പോകുന്ന ചങ്ങായിക്ക് ആ ട്രിപ്പ് വരെ ക്യാൻസൽ ചെയ്തിട്ടാണ് മെസ്സിയെ കാണാൻ വേണ്ടി വന്നിരിക്കുന്നത്. അവര് അതേപോലെ ഒരു ചങ്ങായി പറഞ്ഞ് ഇവിടെ കാണാൻ പറ്റിയ കൊൽക്കത്തയിൽ, പക്ഷെ മുംബൈക്ക് എടുത്തിട്ടുണ്ട്, ഡൽഹിക്ക് ടിക്കറ്റ് എടുത്തിട്ടുണ്ട്. അപ്പോൾ 1.5 ലക്ഷം രൂപയോളം ആള് മുടക്കിയിട്ട് ഫ്ലൈറ്റിന് വേണ്ടി ചാർട്ട് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ അതിന് മാപ്പ് പറഞ്ഞപ്പോഴത്തേക്കും നിങ്ങളുടെ ഓർഗനൈസേഷൻ ഇത് ശരിക്കും സ്കാം എന്ന് തന്നെ പറയാൻ പറ്റും. എത്ര 80,000 പേരുടെ ടിക്കറ്റിന്റെ പൈസ ഒന്ന് ആലോചിച്ച് നോക്കും. എമാതിരി കോടികളായിരിക്കും അവർ ഉണ്ടാക്കിയിട്ടുണ്ടാവുക. ശരിക്കും ആ ഫണ്ട്, അതിന്റെ ഒരു ശതമാനമെങ്കിലും ഈ ടിക്കറ്റ് എടുത്തവർക്ക് തിരിച്ചു കൊടുക്കേണ്ടതാണ്. അത് കടമയാണ്. അല്ലെങ്കിൽ അതിനെതിരെ കേസ് എടുക്കേണ്ട കാര്യം ഗവൺമെന്റ് ചെയ്യേണ്ടതാണ്. മമതാ ബാനർജി ഈ ആരാധകരോടാണ് മാപ്പ് പറയേണ്ടത്. അപ്പോ ഞാനിത് പറയുന്നത് അതിനുശേഷം ഹൈദരാബാദിൽ വെച്ച് വർണ്ണാഭമായ ചടങ്ങുകളോട് കൂടിയിട്ട് രാത്രിയിൽ സ്റ്റേഡിയം മൊത്തം ലൈറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് 40,000-ൽ പരം കാണികളെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് അവിടുത്തെ മുഖ്യമന്ത്രി മെസ്സിയുടെ കൂടെ പന്ത് തട്ടി ഡീപോളും അതേപോലെ സുവാരസ് ഒക്കെ ഗ്രൗണ്ടിൽ കളിക്കുക. അതേപോലെ കുറെ പേർക്ക് കുറെ
കായിക താരങ്ങൾക്ക് ഹസ്തദാനം ചെയ്യാൻ പറ്റി. അതേപോലെ കുറെ ഫുട്ബോളുകൾ ഗ്രൗണ്ടിലേക്ക് കാണികൾക്ക് മെസ്സിയുടെ കിക്കിലൂടെ ആ ഒരു സുവർണ പാദം സ്പർശിച്ച ഫുട്ബോള് കിട്ടാനുള്ള ഭാഗ്യം ഉണ്ടായിട്ടുണ്ട്. അതൊക്കെ ഓക്കെയാണ്. അത് നല്ല രീതിയിൽ എന്താ പറയുക, രാവിലെ ഇങ്ങനെ ഒരു പരിപാടി നടന്ന കോളായത് സോഷ്യൽ മീഡിയയിൽ മൊത്തം വൈറലായിട്ടുണ്ട്. അപ്പോൾ തെലുങ്കാന ഒന്നുകൂടെ കറക്റ്റായിട്ടുള്ള ഓർഗനൈസേഷനിൽ ഒന്നുകൂടെ ഇത് ചെയ്തു. എന്താ പറഞ്ഞാൽ റൈസിംഗ് തെലുങ്കാന എന്ന പരിപാടിയുടെ ഭാഗമായിട്ട് ശരിക്കും ഹൈദരാബാദ് ഈ ഒരു ഇവന്റിൽ ഉണ്ടായിരുന്നില്ല. കൊൽക്കത്തയും മുംബൈയും ഡൽഹിയാണ് ഉണ്ടായിരുന്നത്. ഇതിൽ തെലുങ്കാന റൈസിംഗ് തെലുങ്കാന എന്ന അവിടുത്തെ പാർട്ടിയുടെ ഭരണത്തിന്റെ മികവിനെ കുറിച്ച് കാണിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പരിപാടിയായിരുന്നു. അതിലൂടെയാണ് ഇത് റേസിംഗ് തെലുങ്കാന എന്ന്. അത് ശരിക്കും ഓർഗനൈസേഷൻ, അതും സ്റ്റേഡിയവും അതേപോലെ അങ്ങനെ മെസ്സി നിന്ന് വിസിബിൾ ആയിട്ടുണ്ട്. ഇത് ശരിക്കും കൊൽക്കത്തയിൽ നടന്ന പ്രശ്നം എന്താണെന്ന് പറഞ്ഞാൽ 2-3 കാരണങ്ങളും കൂടി ഉണ്ട്. എന്താന്ന് പറഞ്ഞാൽ മെസ്സി പുലർച്ചെയാണ് ഇവിടെ എത്തുന്നത്. 3 മണി 4 മണിക്ക് ആള് ഹോട്ടലിൽ പോയി റെസ്റ്റ് എടുത്ത് പിന്നെ നേരെ സ്റ്റേഡിയത്തിലേക്ക് വരുന്നത്. നട്ടു ഉച്ച വെറുതെ ചങ്ങായി ഇത്രയും വലിയ ഗ്രൗണ്ട് ചുറ്റി നടക്കണം എന്ന് പറഞ്ഞാൽ അത് നടക്കുന്ന കാര്യമാണോ? അത് ചിന്തിച്ചൂടെ? അതും ഇത്രയും ക്രൗഡ് പുള്ളിങ് ആയിട്ട് കുറെ സെലിബ്രിറ്റികളും അതേപോലെ കുറെ ഫിലിം സ്റ്റാർസും അതേപോലെ മോഡൽസും അങ്ങനെയുള്ളവരൊക്കെ വന്നിട്ട് ഈ ചങ്ങായിനങ്ങൾ ഫുള്ളായിട്ട് വളഞ്ഞിട്ട് സ്റ്റേഡിയത്തിലുള്ളവർക്ക് ഇത് കാണണ്ടേ? ഈ കുറുകിയ മനുഷ്യനല്ലേ ഇതിന്റെ മുമ്പ് മറ്റും 6-7 ഉള്ള സാധനങ്ങൾ സെക്യൂരിറ്റി ഗാർഡും എല്ലാവരും കൂടി വളഞ്ഞു നിൽക്കുന്ന സമയത്ത്. അപ്പോ ഞാനൊന്ന് ചിന്തിക്കുകയാണ്, കേരളത്തില് റിപ്പോർട്ടർ നെറ്റ്വർക്ക് ചാനല് അർജന്റീനയെ കൊണ്ടുവരികയായിരുന്നെങ്കിൽ, ഈ നവംബറിൽ കളി നടന്നിരുന്നെങ്കിൽ എത്ര പേർക്ക് എന്തൊക്കെ പറ്റിയിട്ടുണ്ടാവുമെന്ന് ദൈവത്തിന് മാത്രമേ അറിയുള്ളൂ. എന്താ പറഞ്ഞാല് ഇതുവരെ ആ ഗ്ലാസ് കൂട്ടിൽ ഇരുന്ന് വാർത്ത വായിക്കാനും വാർത്താ സംപ്രേഷണത്തിന് ലൈവ് ചെയ്യാനൊക്കെ ഉള്ള പരിചയമുള്ള ഈ ടീം ഇതുവരായിട്ട് ഒരു ഓർഗനൈസേഷൻ ഇങ്ങനത്തെ ഒരു പരിപാടി ഇത്രയും വലിയൊരു ഇവന്റ് നടത്താത്ത ഒരു ടീം എന്തുകൊണ്ടും അർജന്റീന വരാനിരുന്നത് നന്നായി എന്ന് ഞാൻ പറയുള്ളൂ. അല്ലെങ്കിൽ ഒരുപാട് ജനങ്ങളുടെ ആയുസിനും അതേപോലെ ആരോഗ്യത്തിനും പ്രശ്നങ്ങൾ വന്നിട്ടുണ്ട് അവിടെ. കൊച്ചി സ്റ്റേഡിയത്തിൽ 40,000 മാക്സിമം കൊള്ളിക്കാൻ പറ്റുള്ളൂ. അതും പുതുക്കി പണിത് ആ ഒരു പണിയൊക്കെ കഴിഞ്ഞാൽ 40,000 പേരെ കൊള്ളിക്കാൻ പറ്റുള്ളൂ. അപ്പോ കൊൽക്കത്തയെ പോലെ ഫുട്ബോളിൽ കേരളത്തിനോട് ഒരു കിടപിടിച്ച് നിൽക്കുന്ന ഒരു സംസ്ഥാനമാണ്. അപ്പൊ ആ കൊൽക്കത്തയില്, വെസ്റ്റ് ബംഗാളിലെ കൊൽക്കത്തയില് ഇത്രയും 80,000 കാണികൾ വന്നിട്ടുണ്ടെങ്കിൽ അപ്പൊ കേരളത്തിലെ അർജന്റീന ടീം മൊത്തമായിട്ട് വരണം. അവിടെ മെസ്സിയും സുവാരസും ഡീപ്പോളും മാത്രമേ വന്നിട്ടുള്ളൂ. അപ്പോൾ അർജന്റീന ടീം മൊത്തം വന്നൊരു കളി കാണാൻ വരികയാണെങ്കിൽ അവിടുത്തെ ക്രൗഡിനെ നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് പാടുപെടേണ്ടി വരും. ഗവൺമെന്റും അതേപോലെ കേന്ദ്രത്തിൽ നിന്ന് പട്ടാളവും അതേപോലെ ഇറങ്ങേണ്ടി വരും. ഒരുപാട് പണി. അത് എനിക്ക് തോന്നുന്നു റിപ്പോർട്ടർ ചാനലിന്റെ അവരുടെ കൊണ്ട് ഈ ഇവന്റ് കൂട്ടിയാൽ കൂടില്ല. അതെങ്കിലും നല്ല ഇന്ത്യയിൽ ഇപ്പോൾ ഏറ്റവും ടോപ്പ് ടീമുകളിലേക്കാണ് ഈ കൊൽക്കത്തയിൽ ഏൽപ്പിച്ചെന്നിട്ടാണ് ഈ ഗതിയായിരിക്കുന്നത്. അപ്പോ മെസ്സി എന്ന ഒരു ഫാക്ട് അത് എത്രത്തോളം കേരളത്തിലേക്ക് വരുമ്പോൾ എത്രത്തോളം വർക്കൗട്ട് ആവും, അതേപോലെ എത്രത്തോളം സുരക്ഷിതമാണെന്നുള്ള കാര്യങ്ങൾ നമ്മുടെ റോഡിന്റെ ഇതിന്റെയൊക്കെ അറിയാലോ. അപ്പോൾ ഈ എലക്ഷൻ വരുമ്പോൾ മാത്രമുള്ള ഒരു തന്ത്രപ്പാടായിരുന്നു അതെന്ന് എല്ലാവർക്കും അറിയാൻ പറ്റും. അതേപോലെ റിപ്പോർട്ടർ ചാനലിൽ കുറേ വ്യൂസും കാര്യങ്ങളും കിട്ടി, കുറെ പൈസ ഉണ്ടാക്കാൻ പറ്റി. കുറെ നമ്മൾ മണ്ടന്മാരായ കായിക പ്രേമികളും അർജന്റീന ആരാധകരും ഇത് കണ്ട് ഇത് ഇന്ന് വരുന്ന ആളവർ അതിന്റെ അപ്ഡേഷൻ കാണാൻ വേണ്ടിയിട്ട് ചങ്ങായി ഇരുന്ന് ലൈവൊക്കെ വരുമ്പോൾ നമ്മൾ ഇരുന്ന് കാണുക. അപ്പോൾ ഇതൊക്കെയാണ് ഉള്ളത്. അപ്പോൾ കൊൽക്കത്തയിലെ സംഭവം കഴിഞ്ഞു, അതേപോലെ തന്നെ ഹൈദരാബാദിലെ സംഭവം കഴിഞ്ഞു. ഇനി നടക്കാൻ പോകുന്നത് മുംബൈയിലാണ്. നാളെ സച്ചിൻ ടെണ്ടുൽക്കറിനെയൊക്കെ കാണും. അതേപോലെ തന്നെ അതിനുശേഷം ന്യൂഡൽഹിയിൽ വെച്ച് നരേന്ദ്രമോദിയെ കണ്ടിട്ടാണ് ഈ പരിപാടി അവസാനിക്കുന്നത്. ഇടയിൽ ഷാറൂഖ് ഖാനൊക്കെ വന്ന് കണ്ടിട്ട് അതൊക്കെ മാന്യമായ പരിപാടിയാണ്. ഈ സെലിബ്രിറ്റികളും അതേപോലെ ഈ രാഷ്ട്രീയ പൊളിറ്റീഷ്യന്മാരുടെയൊക്കെ ഇവർക്കൊക്കെ സ്റ്റേഡിയത്തിൽ ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ ഒരു ഔദ്യോഗികമായിട്ട് ഒരു ഹാളിൽ വെച്ചിട്ട് അവരുടെ വേണ്ട സെൽഫിയൊക്കെ എടുത്തിട്ട് സ്റ്റേഡിയത്തിൽ ഈ മെസ്സിയെ ഫ്രീ ആയി വിട്ടാൽ മതിയായിരുന്നു. ഹൈദരാബാദിൽ തെലുങ്കാനയിൽ ചെയ്ത പോലെ. അങ്ങനെ ചെയ്താണെങ്കിൽ ഇത്ര പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. എന്താ ആ സ്റ്റേഡിയത്തിന്, ആ സ്റ്റേഡിയം പുതുക്കി പണിയും ചുരുങ്ങിയത് ലക്ഷങ്ങൾ കൊടുക്കേണ്ടി വരും. എന്താ പറയുക, അമ്മാതിരി കോലത്തിലാക്കിയിട്ടുണ്ട്. എന്താ പറയുക, ആ രോക്ഷമാണ്. എന്താ പറഞ്ഞാല് പൈസ പോയതിൻ്റെ അല്ല, പൈസ പോയിട്ടും ഒരു നോക്ക് നമ്മളുടെ പ്രിയപ്പെട്ട ആ ഒരു മാജിഷ്യനെ അല്ലെങ്കിൽ അങ്ങനെ ഈ ചങ്ങായിയുടെ ആ ഒരു മുഖം ഒന്ന് കാണാൻ വേണ്ടിയിട്ട്, നേരിട്ടൊന്ന് കാണാൻ വേണ്ടിയിട്ട്, അതിന്റെ വീഡിയോ ഒന്ന് എടുക്കാൻ വേണ്ടിയിട്ട് കൊതിച്ച് ഒരുപാട് 80,000-ലധികം. ഇനി ഒരുപാട് ഒരു ടിക്കറ്റ് കിട്ടാതെ സ്റ്റേഡിയത്തിന്റെ പുറത്തും കാര്യങ്ങളുണ്ടായിരുന്നു. അങ്ങനെ സ്റ്റേഡിയം എന്തായാലും ഒരു പരുവാക്കി എടുത്തിട്ടുണ്ട് കൊൽക്കത്തയിലെ ആരാധകര്. അപ്പോൾ ഇതിന്റെയൊക്കെ ഉത്തരവാദിത്വം അവിടുത്തെ ഗവൺമെന്റിനും, അതേപോലെ ഇത് ഗവൺമെന്റ് ഏറ്റെടുക്കുന്ന പരിപാടി ഒന്നല്ല. പക്ഷെ എന്നാലും ഗവൺമെന്റിന് അതിനുള്ള സെക്യൂരിറ്റിയും കാര്യങ്ങളൊക്കെ കൊടുക്കേണ്ടതിന്റെ കടമയുണ്ടായിരുന്നു. ഗവൺമെന്റ് ഏറ്റെടുക്കുന്ന പരിപാടി ഒന്നല്ല. ഇതിന്റെ മെയിൻ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ഫണ്ടിങ് തന്നെയാണ്. ഒരു 100 കോടി ഇട്ട് 300 കോടി കൊയ്യാന്നുള്ള പരിപാടി തന്നെയാണ്. അതിൽ എക്സാമ്പിൾ തന്നെ ആ സ്റ്റേഡിയത്തിൽ ആ ഒരു ഹോട്ടലിൽ നിന്നിട്ട് സെൽഫി എടുക്കാൻ വേണ്ടി 100 പേർക്ക് അവസരമുണ്ട്. ജസ്റ്റ് 9.99 ലക്ഷം മാത്രം. 10 ലക്ഷം രൂപ ഉണ്ടെങ്കിൽ അവർക്കൊരു സെൽഫി എടുക്കാം, മെസ്സിയുടെ കൂടെ കൈ കൊടുത്ത് പിരിയാവുന്നതാണ്. അപ്പോ
ഇതിന്റെ ആവശ്യമില്ലാണ്ട് സ്റ്റേഡിയത്തിൽ ചുടുവില് ഫോട്ടോ എടുക്കാൻ നോക്കിയ ആൾക്കാരാണ് കുറെ രാഷ്ട്രീയ പ്രമുഖർ. അപ്പോൾ രാഷ്ട്രീയക്കാരുടെ കൂടെ പറയാനുള്ളത് പറഞ്ഞാൽ നിങ്ങൾ ഫുട്ബോളിന് വേണ്ടിയിട്ട് നമ്മുടെ യുവത്വത്തിന് വേണ്ടി എന്തെങ്കിലും സംഭാവന ചെയ്യുക, അല്ലാതെ ഈ ചുടുവില് വരുമ്പോൾ ഒരു ഫോട്ടോ എടുക്കലും അതിന്റെ ക്രെഡിറ്റ് എടുക്കലും അല്ല വേണ്ടത്. അപ്പോൾ ഇതൊക്കെയാണ് സംഭവങ്ങൾ നടന്നിരിക്കുന്നത്. ഭയങ്കര ഇതായിട്ടുണ്ട്. സോഷ്യൽ മീഡിയ തുറക്കാൻ പോയി ഇത് തന്നെയാണ് ന്യൂസുകൾ. ഒരു സൈഡ് ഇലക്ഷൻ ന്യൂസ് ആണെങ്കിൽ മറ്റേ സൈഡ് ഇതാണ് ന്യൂസുകൾ. മെസ്സിയുടെ ഗോട്ട് ഇന്ത്യ ടൂർ തുടക്കം പാളിയെങ്കിലും ഹൈദരാബാദിൽ വെച്ച് നല്ല രീതിയിൽ നടത്തപ്പെടാൻ കഴിഞ്ഞു. എന്തായാലും ഇനി കേരളത്തിലേക്ക് വരുമോ, എന്ന് വരും? ഇനി കേരളത്തിലുള്ളവർക്ക് ആശങ്കയാണ് ഇത് നടന്നു കഴിഞ്ഞാൽ കേരളത്തിൽ എന്തായിരിക്കും അവസ്ഥ എന്നുള്ളത്. ഓക്കെ, അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് കാത്തിരുന്ന് കാണാം. ഇതോടുകൂടി ഈ വീഡിയോ അവസാനിക്കുന്ന. ഫുട്ബോൾ ലോകത്തെ പുതിയ വിശേഷങ്ങളുമായി വീണ്ടും കാണാം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ്